കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി നിർണയം കടുപ്പമാകുമെന്ന സൂചനയാണ് സജി മഞ്ഞക്കടമ്പലിന്റെ തുടർന്ന് പറച്ചിലൂടെ വ്യക്തമാകുന്നത്. ഫ്രാൻസിസ് ജോർജ് സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ ഉറപ്പാക്കിയ ഘട്ടത്തിലാണ് സീറ്റിനായി ജോസഫ് ഗ്രൂപ്പിന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് കൂടിയായ സജി രംഗത്തെത്തുന്നത്. ഇവിടെ കോട്ടയത്ത് മത്സരിക്കാൻ ആളില്ലാത്തൊരു പാർട്ടിയല്ല കേരള കോൺഗ്രസ് പാർട്ടി. നിരവധി നേതാക്കന്മാരുണ്ട്. അസംബ്ലി സീറ്റ് മത്സരിച്ച ആളുകളെ, കഴിഞ്ഞ തവണ മത്സരിച്ച ആളെ മാറ്റി നിർത്തി പുതിയൊരു സ്ഥാനാർത്ഥിയെ കോട്ടയത്തേക്ക് നിർത്താൻ പാർട്ടി തീരുമാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാർട്ടി പിളർന്നപ്പോൾ PJ ജോസഫിന്റെ കൂടെ അടിയുറച്ചു നിന്ന നേതാക്കളിൽ ഒരാളാണ് താനെന്നും തനിക്ക് ശേഷം പാർട്ടിയിലേക്ക് വന്നവർക്ക് വരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചെന്നും സജി പറയുന്നു. ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് എതിർപ്പില്ല, എന്നാൽ എന്റെ അയോഗ്യത എന്തെന്ന് പാർട്ടി നേതൃത്വം വ്യക്തമാക്കണം. പാർട്ടി ചെയർമാൻ ഈ കഴിഞ്ഞ തവണ എനിക്ക് അയോഗ്യത ഉണ്ടായിട്ട് മാറ്റി നിർത്തിയതാണോ എന്ന് എനിക്കറിയില്ല. അയോഗ്യത ഇല്ല. പക്ഷേ ഇത്തവണ ഞാൻ മാറി നിന്ന് പുതിയൊരാൾ വരുമ്പോൾ എന്താണ് അവരുടെ യോഗ്യതയും എൻ്റെ അയോഗ്യതയും എന്ന് പാർട്ടി നേതൃത്വം എന്നെ കൂടി ബോധിപ്പിക്കണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. ഫ്രാൻസിസ് ജോർജ്, PC തോമസ്, MB ജോസഫ് എന്നീ പേരുകളാണ് സജിക്കൊപ്പം പാർട്ടി നേതൃത്വത്തിന്റെ മുൻപിൽ ഇപ്പോഴുള്ളത്. ഇതിൽ PJ ജോസഫിന്റെ മനസ്സ് ആർക്കൊപ്പം നിൽക്കുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഷിനോജ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.